ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന വളരെ സ്വാദിഷ്ടമായ ഒരു രസം എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. വെൽക്കം ടു ദ വീഡിയോ. രസം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ജീരകം, ഇവ രണ്ടും ചേർത്ത് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാം. കുരുമുളകും ജീരകവും നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അടുത്തതായി 10 കഷ്ണം ചെറിയ ഉള്ളി, 1 ഇഞ്ച് വലിപ്പത്തിലുള്ള 1 കഷ്ണം ഇഞ്ചി, 1 പച്ചമുളക്, 8 അല്ലി വെളുത്തുള്ളി എന്നിവ നമുക്ക് നന്നായിട്ട് ചതച്ചെടുക്കാം. അടുത്തതായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ഉലുവ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി, ഇത് രണ്ടും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണം മാറുന്നതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. 2 വറ്റൽമുളക് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അടുത്തതായി ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് വഴണ്ട് ചെറിയൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. തക്കാളിയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതെല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി തീ ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം പൊടി ഐറ്റംസ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. കുരുമുളകും ജീരകവും ചേർത്ത് പൊടിച്ചു വച്ചിരിക്കുന്ന മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നതുവരെ ഇളക്കി കൊടുക്കുക. പൊടികളുടെ എല്ലാം പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 നെല്ലിക്ക വലിപ്പത്തിൽ വാളൻപുളി എടുത്ത് പിഴിഞ്ഞത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പുളിയും ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 1.5 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് അവരവരുടെ പാകത്തിന് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കായം ഇട്ട് കൊടുക്കാം. കായവും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി ഇത് നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായി തിളയ്ക്കേണ്ട ആവശ്യമില്ല. ചെറുതായി തിളച്ച് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. രസം തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില രസത്തിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കും. അതുകൊണ്ട് മല്ലിയില ഒഴിവാക്കാതിരിക്കുക. രസം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. നമ്മളിതിൽ ചേർത്തിരിക്കുന്ന മസാലപ്പൊടികളുടെ എല്ലാം ഫ്ലേവർ ഒന്ന് ബാലൻസ് ചെയ്ത് വരുന്നതിന് വേണ്ടിയിട്ടാണ് 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാനായിട്ട് വയ്ക്കുന്നത്. അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാം. വളരെ സ്വാദിഷ്ടമായ രസം ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ് രസം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.